അതെ ചേട്ടാ, ഒരു വലിയ ചോക്ലേറ്റ് കേക്ക് ഇങ്ങെടുത്ത് അതിന്റെ മുകളിൽ ഹാപ്പി ബർത്ത്ഡേ റോസി എന്ന് എഴുതി വെക്കണം. എന്നാ സാറേ കേക്ക്? അത് ചേട്ടാ, കാശ് തന്നിട്ടപ്പോ മൊത്തം 500 രൂപയായി. കള്ളൻ പിടിച്ചവനെ. താങ്ക് യു ഫോർ ദ കേക്ക്. ബൈ ബൈ. കള്ളൻ 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 പിടിച്ചേ, കള്ളൻ. ഞങ്ങളുടെ ഉടക്കാൻ വന്ന ഉടച്ച് കൈ തരും ഞങ്ങള്. ഏത് കൊല കമ്പനിയും മുട്ടുകുത്തിക്കും ഈ മാമനും അനന്തരവനും. റോസി ബഹദൂറ ബ്രേക്ക് ചവിട്ട്. എടാ കണാരോ, നിനക്കറിയില്ല, നിയമത്തിന്റെ കുരുക്കിൽ നിന്നും ഈ പോലീസ് മേഡത്തിന്റെ കയ്യിൽ നിന്നും ഓർക്കും രക്ഷയില്ല. ഓഹോ, എന്റെ പോലീസ് മാഡം, ആ ജോഗാവറെ രക്ഷപ്പെട്ടു പോയല്ലോ. സോറി റോസി, നിന്റെ കേക്കിനെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വിഷമിക്കാതിരിക്കും ജോഗാവർ, എനിക്ക് കേക്ക് വേണ്ട, പോലീസിന്റെ മേക്കപ്പ് കിറ്റ് മതിയായിരുന്നു. എനിക്ക് ആ മേക്കപ്പ് കിറ്റ് ഒത്തിരി ഇഷ്ടായി. ഓക്കെ റോസി, നിനക്ക് വേണ്ടി ഞാൻ പോലീസ് മാഡത്തിന്റെ മേക്കപ്പ് കിറ്റ് ഉറപ്പായും എടുത്തോണ്ട് വരാം. വിലങ്ങുകൾ വേണോ, വിലങ്ങുകൾ വേണോ, നല്ല ബലമുള്ള വിലങ്ങുകൾ വേണോ, വിലങ്ങുകൾ വേണോ. അല്ല, ഇതൊക്കെ എപ്പോഴാ റോഡില് വിൽക്കാൻ തുടങ്ങിയ? വള വിൽക്കുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതാരാണപ്പ ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്നത്? ബഹദൂര്, നീ ആ ആളെ ഒന്ന് അകത്തേക്ക് വിളിച്ചോണ്ട് വന്നേ. ഹലോ പോലീസ് മാഡം, വിലങ്ങുകൾ വാങ്ങിച്ചോളൂ. ഈ വിലങ്ങ് ഒരിക്കലും ഒരാളെ അണിയിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും തകർക്കാൻ കഴിയില്ല. അങ്ങനെ എന്ത് പ്രത്യേകതയാണാവോ ഇതിലുള്ളത്? പോലീസ് മാഡം, ഈ വിലങ്ങിന്റെ പ്രത്യേകത താക്കോൽ ഉപയോഗിച്ചാൽ പോലും പെട്ടെന്ന് തുറക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മാഡം കൈ ഒന്ന് കാണിച്ചേ. എടോ, വളയാണോ ഇടിക്കാൻ പോന്നെ? ഇല്ല ഇല്ല പോലീസ് മാഡം, ഞാൻ മാഡത്തിന് വിലങ്ങ് അണിയിക്കും, എന്നിട്ട് ഈ താക്കോല് കോൺസ്റ്റബിളിന് കൊടുക്കും. എന്നാൽ ആ വിലങ്ങ് തുറക്കാൻ ഇദ്ദേഹത്തിന് കഴിയില്ല. എടോ, എനിക്ക് താക്കോൽ ഇല്ലാതെ തന്നെ ലോക്ക് തുറക്കാൻ അറിയാം. അപ്പൊ പിന്നെ താക്കോലുള്ളപ്പോ പറയണോ? എടോ, എന്ത് തോന്നിവാസായി കാണിക്കുന്നേ? പോലീസ് മാഡം, ഇത് ഞാനാണ്, ക്രൈമിന്റെ പവർ, ക്രൈം മാസ്റ്റർ ജോഗാവർ. ഞാൻ മാഡത്തിന്റെ മേക്കപ്പ് കിറ്റ്, അതായത് ഈ റിവോൾവർ എടുത്തുകൊണ്ട് പോകുക. ഇത് കൊണ്ടുപോയി എന്റെ റോസിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുവാനുള്ളതാ. പ്ലീസ് ഡോണ്ട് മൈൻഡ്. ബൈ ബൈ. എടാ കള്ളക്കണാരാ ജോഗാവറെ. ജീവിതകാലം മുഴുവൻ മറക്കാത്ത തരത്തിലൊരു പാഠം എനിക്ക് ജോഗാവറിനെ പഠിപ്പിച്ചേ പറ്റൂ. അയ്യോ പോലീസ് മാഡം, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. ഞങ്ങൾ ആദ്യം ഒന്ന് ആലോചിക്കട്ടെ. വല്ല സാറേ, പോലീസ് മാഡം ഇത്രയും ടെൻഷനിലാണ്. തണുത്ത കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കേ. ഓ എന്റെ അമ്മാവോ, പോലീസ് മാഡത്തിന്റെ തൊണ്ട ചീത്തയാക്കാനാണോ തന്റെ ഭാവം? അതെ മാഡം, മാഡം ഓൾറെഡി ഇത്ര ദേഷ്യത്തില്ല. കൂൾ ഡ്രിങ്ക് കുടിച്ചാ മാഡത്തിന്റെ തൊണ്ടയ്ക്ക് എന്തെങ്കിലും പറ്റും. അതുകൊണ്ട് നല്ല ശുദ്ധമായ പച്ചവെള്ളം കുടിക്കേ. ഈ ചൂട് കാലത്ത് ഒരുപാട് വെള്ളം കുടിക്കുന്നത് നല്ലതാ, ശരീരത്തിന് നല്ല ഉന്മേഷമായിരിക്കും. ആ സാറിനെ നിങ്ങൾ കണ്ടില്ലേ? ചൂടത്ത് കൂൾ ഡ്രിങ്ക് പോലും കുടിക്കില്ല അത്രേ. ഇതിലും വലിയൊരു പിശുക്കനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തൊരു കഷ്ടാന്ന് കണ്ടില്ലേ? എന്നാ പൊയ്ക്കോ, ബൈ ബൈ, പെട്ടെന്ന് പൊയ്ക്കോ. ഐഡിയ. പോലീസ് മാഡം, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്.
ജോഗാവറിന്റെ പാർട്ടിയിൽ പോകുന്നവരെല്ലാം ജോഗാവറിനെ പോലെ തന്നെയുള്ള കള്ളന്മാരായിരിക്കും. അവര് പാർട്ടിക്ക് വേണ്ടി ഷോപ്പിങ്ങിന് വരുമല്ലോ. പോലീസ് മാഡം, നമ്മൾ ഇപ്പൊ തന്നെ എല്ലാ ബേക്കറിക്കാരെയും ഇൻഫോം ചെയ്യണം. ആരെങ്കിലും സംശയം തോന്നിയാ നമ്മളെ വിളിക്കാൻ പറയാ. എന്നിട്ട് അവരുടെ പുറകെ പോയി നമുക്ക് ജോഗാവറിന്റെ അടുത്ത് എത്താൻ പറ്റും. കൊച്ചിർക്ക് അതൊരു ഉഗ്രൻ ഐഡിയ ആണല്ലോ. വാ, നമുക്ക് എല്ലാ കടക്കാർക്കും ഫോൺ ചെയ്ത് പറയാം. ഹലോ ശ്യാംലാൽ, അഗർവാൾ സാറേ. അയ്യോ, അതെ മാഡം, ഒരാൾ ഇവിടെ വന്ന് ഒരു വലിയ ബൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. പോലീസ് മാഡം, ഒരു ഗുണ്ടയുടെ ലുക്കുള്ള ഒരുത്തൻ എന്റെ കടയിൽ വന്നിപ്പോ കേക്കും വാങ്ങിച്ചോണ്ട് പോയി. ആഹാ, കൊള്ളാലോടെ ചെറുക്ക. നിന്റെ ഐഡിയ പടക്കം പൊട്ടുന്നത് പോലെയാ വർക്കൗട്ട് ആവുന്നേ. ഇന്ന് പെട്ടെന്ന് വന്നേ, കുറച്ച് ആൾക്കാരെ കുറിച്ച് മനസ്സിലായിട്ടുണ്ട്. സെറ്റപ്പ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. കൊള്ളാം, കലക്ക്. ഇത് പിടിച്ചോ, നിനക്ക് വേണ്ടിയാ. നിങ്ങളെല്ലാവരും തന്ന ഗിഫ്റ്റിന് വേണ്ടി എന്റെ പേരിലും റോസിയുടെ പേരിലും ഞാനിതാ നന്ദി അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു, താങ്ക് യു. എടാ കുറുപ്പേ, നീ ഇതിനു മുമ്പ് ആരെങ്കിലും ഒരു മോട്ടോർ സൈക്കിളിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതൊക്കെ എന്തിനാ നമ്മൾ നോക്കുന്നേ? ഗിഫ്റ്റ് കൊടുത്ത് വല്ലതും കഴിക്കേ. അതിപ്പോ ബർത്ത്ഡേ മോട്ടോർ സൈക്കിളിന്റെ ആണേലും സൈക്കിളിന്റെ ആണേലും അടിക്കേ. ഇത് കൊള്ളാമല്ലോ. നിങ്ങളൊക്കെ ആരാ? എനിക്ക് മനസ്സിലായില്ല. നിനക്ക് ഇവരെ മനസ്സിലായില്ലെന്നാണോ പറയുന്നത്? ഇതാണ് കൊള്ളക്കാരി ഇഞ്ചിമൂട് ഗാന്ധാരി. ഇഞ്ചി മൂട് കാന്താരി. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ലല്ലോ. ഇഞ്ചിമൂട് ഗാന്ധാരി വാഗൊണ്ടല്ല, കാലുകൊണ്ടാ വർത്താനം പറയുന്നേ. മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. ഇഞ്ചിമൂട് ഗാന്ധാരി. തനിക്കുള്ള ഗിഫ്റ്റാ. അല്ല ചേട്ടാ, എന്താ ഇത്ര തിടുക്കം? നമുക്ക് പിന്നെ തുറക്കാവുന്നേ. ആദ്യം എല്ലാവരും ചെന്ന് കേക്ക് മുറിക്ക്, എന്നിട്ട് ഭക്ഷണം കഴിക്ക്. നമസ്കാരം ചേച്ചി. നിങ്ങൾ മൊത്തം തൊഴിയാണല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇവരെല്ലാത്തിനും മറുപടി കാലുകൊണ്ടാ തരുന്നേ. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ പരിചയപ്പെടുത്ത. പിന്നെ അതിനെന്താ? ഇതാണ് മിസ്റ്റർ ഡബു. ഇവൻ വളരെ അപകടം പിടിച്ച ഒരു പോക്കറ്റ് അടിക്കാരനാ. ഒറ്റ പോക്കറ്റ് പോലും വെറുതെ വിടില്ല. അടുത്തതായി ഇവനാണ് മിസ്റ്റർ കുഴിയൻ. ഇവൻ ഭയങ്കര ബാങ്ക് കൊള്ളക്കാരനാ. ഇവൻ കുഴി കുഴിച്ച് അങ്ങനെയാ ബാങ്ക് കൊള്ളടിക്കുന്നത്. ആ പരിസരത്തുള്ള ഒരു ഈച്ച പോലും അറിയില്ലത്. ജോഗവർ, എന്റെ എഞ്ചിന്റെ കാർബറേറ്ററിൽ ഒരു ഐഡിയ തൂങ്ങി കിടപ്പുണ്ട്. പുറത്തെടുക്കട്ടെ. ഇവരെ ഞാൻ എവിടെയൊക്കെയോ കണ്ടിട്ടുള്ള പോലെ തോന്നുന്നു. അവരുടെ ഗിഫ്റ്റ് തുറന്നു നോക്കിക്കേ. ഇപ്പൊ തുറക്കാം. അയ്യോ ജോഗാവർ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഗിഫ്റ്റ് തുറന്ന് നോക്കരുതെന്ന്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ജയിലിൽ പോവാൻ ഒരുപാട് ഇഷ്ടമെന്നാ. പോലീസ് മാഡം, ഇവന് ഗിഫ്റ്റ് കൊടുക്ക്. എടോ ജോഗാവറെ, നീ ചിലപ്പോ മറന്നു കാണും. നിയമത്തിന്റെ കുരുക്കിൽ നിന്നും പോലീസിന്റെ കയ്യിൽ നിന്നും നിനക്ക് ഒരിക്കലും രക്ഷയില്ല. യു ആർ അണ്ടർ അറസ്റ്റ്. എന്ത്? പിടിച്ചോ, ഇത് കൂടി പിടിച്ചോ. പിടിച്ചോ.
എടോ ആരെങ്കിലും എന്റെ ദേഹത്തൂടെ കേക്കറിയണോ? ഓ കോശ് മരത്തിലുണ്ടാവില്ല എന്നുള്ള കാര്യം ആരെങ്കിലും പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. യുവന്മാർക്ക് മനസ്സിലായില്ലെങ്കിൽ എന്താ, എനിക്കതൊക്കെ അറിയാമല്ലോ. എല്ലാം പൊതിഞ്ഞെടുത്തേക്കാം. ഓ ഓ ഓ ഐഡിയ. ബൈ ബൈ. ഞങ്ങളോട് കൊടുക്കാൻ വന്ന ഉടച്ച കൈ തരും ഞങ്ങള്. ഏത് കൊലകൊമ്പനെയും മുട്ടുകുത്തിക്കും ഈ മാമനും അനന്തരവനും. ആഹാ. ഓ. വാട ജോഗവറെ, നമുക്കിനി ജയിലിൽ ചെന്ന് കിടന്ന് റോസിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാമ? ആ പെർഫെക്റ്റ്. ഓക്കേ.